മലയാളിയും മൊസാദും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടല്ലോ, രണ്ട് മായ ഉണ്ടല്ലോ. രണ്ടും ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൊസാദിന് സപ്പോർട്ടേഴ്സ് ഉള്ള കേരളത്തിലാണ്. അത് നമ്മുടെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ താഴെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, ഒരു മലയാളി കണക്ഷൻ വരുന്നത് ഈ പേജർ ആക്രമണം നടന്നല്ലോ, പേജർ ബോംബ് ആക്രമണം ഇസ്രായേലിൻ്റെ. അതിൽ മലയാളി ബന്ധമുണ്ട്. ഈ പേജറുകൾ വിറ്റത്, പൊട്ടിത്തെറിച്ച പേജറുകൾ വിറ്റത് മലയാളിയുടെ കമ്പനിയാണ്. നമ്മൾ ഈ മലയാളി ഡ എന്നൊക്കെ പറയുന്ന പോലെ മലയാളി ഇല്ലാത്തൊരു പരിപാടിയില്ല. മലയാളി ഡോ ആവുമ്പോ ഇതിന് പ്രശ്നം വെച്ചാല് മലയാളി മൊസാദിലുണ്ട് നമുക്കറിയാം. മലയാളി മൊസാദിൽ മാത്രമല്ല, IS-ലുണ്ട്, മാവോയിസ്റ്റുകളിലുണ്ട്. മലയാളി ഇല്ലാത്ത സംഘടനകളും ഭീകര സംഘടനകളും മറ്റു മെയിൻ സ്ട്രീം സംഘടനകളും എല്ലാം കുറവായിരിക്കും. ഈ മലയാളി എന്ന് വെച്ചാൽ ബേസിക്കലി പണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പെട്ടെന്ന് പൈസക്കാരൻ, ശശി തരൂർ ടൈപ്പ് പെട്ടെന്ന് പൈസക്കാരനാണ്. പെട്ടെന്ന് 25 വയസ്സാകുമ്പോഴേ 25 ലക്ഷത്തിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന പിള്ളേരാണ് ഭൂരിപക്ഷം. അതിനിപ്പോൾ ഈ പിള്ളേർ ഏത് വഴി സ്വീകരിക്കും? ഏത് വഴി സ്വീകരിക്കുന്നത് വെച്ചാൽ അവർ ലോട്ടറി എടുത്തു നോക്കും, അവർ ഗുണ്ടായിസം നടത്തി നോക്കും, മണൽ കടത്തി നോക്കും, സ്വർണം കടത്തി നോക്കും, കൊട്ടേഷൻ എടുക്കും, കിഡ്നാപ്പിംഗ് നടത്തും. ഇങ്ങനെ കുറച്ചുകൂടി ബ്യൂറോയുള്ള പുറത്തൊക്കെ പോയി പഠിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ടൈപ്പ് നടത്തും. അപ്പോൾ ഈ സമയത്തൊക്കെയാണ് ഇങ്ങനെയുള്ള ഈ ഇൻ്റലിജൻസ് ഏജൻസീസൊക്കെ ആളുകളെ തേടി പിടിച്ചോ, ഫോർ സെയിൽ ബോർഡുള്ള ആളുകളെ. ബൽറാമൻ മറ്റേ സാക്കിർ ഹുസൈൻ്റെ ഡ്രൈവറെ കൊണ്ട് പറഞ്ഞ പോലെ എന്നെ കണ്ടപ്പേ ഒരു ഫോർ സെയിൽ ബോർഡ് എനിക്ക് ഫീൽ ചെയ്തതാണ്. അപ്പോൾ അതുപോലെ അറിയാലോ മറ്റേ പടം ജോഷി സാറിൻ്റെ പ്രജയല്ലേ, അപ്പോൾ നേരിടയിലോ. അപ്പം അതേപോലെ ആരുടെയും കണ്ടുപിടും. പക്ഷെ ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത് അതല്ല, മൊസാദും ഈ അറബ് രാജ്യങ്ങളും കൂടി കളിച്ചാൽ മൊസാദ് ജയിക്കുള്ളൂ. ഇതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെയുള്ള കണ്ണികളുണ്ട്. ഇവനെ എത്ര കാലം മൊസാദ് പ്രൊട്ടക്ട് ചെയ്യും? അയാളെ ഇപ്പൊ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അല്ല, അത് അയാൾ തന്നെ മുങ്ങിയതായിരിക്കും. ഇത് ഇയാൾ അറിയാനോ അറിയാതെ ഇതിരിക്കാനും സാധിക്കും. രണ്ടാളെയും ഇയാൾക്ക് പണി കിട്ടും. റിൻസൺ ജോസ് എന്നാണ് ഇയാളുടെ പേര്. റിൻസൺ ജോസ്. ഇയാള് മാനന്തവാടി സ്വദേശിയാണ്. ബേസിക്കലി അയാൾ മാനന്തവാടിക്കാരനായിരിക്കില്ല. ബേസിക്കലി വയനാട്ടിലാകപ്പാടുള്ള ആരാ? ആദിവാസികളാണ്. അവിടെയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും, കുടിയേറ്റ ക്രിസ്ത്യൻസ് ഉണ്ടല്ലോ. അതന്നെ, അവിടെയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പിന്നെ ഈ പറയുന്ന ഹിന്ദുക്കളും എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന മെയിൻ സ്ട്രീം ഹിന്ദുക്കളും എല്ലാം തന്നെ അങ്ങോട്ട് കുടിയേറിയ ആളുകളാണ്. ഹിന്ദുക്കൾ വെച്ചാൽ ബേസിക്കലി സെൻട്രൽ ആവാങ്കോന്ന്, പിന്നെ അടുത്തുള്ള കുറ്റിയാടി അവിടെ നിന്നൊക്കെ കുടിയേറിയ ആളുകളാണ്. പിന്നെ മുസ്ലിംസ് വെച്ചാൽ മലപ്പുറത്തൊക്കെ കുടിയേറിയ ആളുകളാണ്. ക്രിസ്ത്യൻസ് സെൻട്രൽ ആവാങ്കോന്ന് കുടിയേറിയ ആളുകളാണ്. ഇവരുടെ പേരുകൾ ജോൺ ബിട്ടാസ്, ഇരിട്ടിയ മറ്റേ ആളെ വീട്. ജോൺ ബിട്ടാസ് ശരിക്കും പാലയിലെത്താനാണ് അയാളുടെ കുടുംബ വീട്. അപ്പൊ ബേസിക്കലി സെൻട്രൽ ആവാങ്കോന്ന്. ഇരട്ടിക്കാർ ഒരുപാട് പേര് പാലയിലുള്ള ആളാണ്. എന്തായാലും ഇയാളാണ് ഈ പൊട്ടിത്തെറിച്ച പേജറുകൾ വിറ്റത്. ഇയാളുടെ നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനി വഴിയാണ്. നോർവീജിയൻ പോലീസ് പറയുന്നത് ഇയാളെ ഇപ്പോൾ കാണുന്നില്ല. ഇയാൾ 2022 കേരളത്തിൽ വന്നിരുന്നു. 2015 ഇയാൾ നോർവേയിൽ താമസമാക്കിയത്. ഇത്രയും വിവരങ്ങളാണ് ഇപ്പം ഇദ്ദേഹത്തെ കുറിച്ച് പുറത്തു വരുന്നത്. അത് ഇയാള് ഇതിന്റെ ഏജന്റ് ആയിരിക്കും. ഇവരിങ്ങനെ ഒരുപാട് ഈ പറയുന്നതിനെ മാതിരി കടലാസ് കമ്പനികൾ ഉണ്ടാക്കും. ഈ ഇന്റലിജൻസ് ഏജൻസീസ് അവരുടെ അസറ്റ് എന്നാണ് പറയാം. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതിന് ഉപയോഗപ്പെടുത്തും. ഇവർ മറ്റുള്ളവരൊരു ബന്ധം ഉണ്ടാക്കും. അപ്പം ഇതിൽ ഈ മൊസാദിന് അല്ലെ മറ്റേ ഹിസ്ബുള്ളയ്ക്ക് അബദ്ധം പറ്റി എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നത്. കാരണം ക്രിസ്ത്യൻ പേരുള്ള ഒരാളൊക്കെ ഉള്ള കമ്പനി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സംശയിക്കും. തീവ്രവാദികൾ ഇതിനെക്കാണ്ടും ബുദ്ധിയുള്ളവന്മാരാണ്. അവന്മാർ വെറുതെ ആർക്കും കൊടുക്കുകയല്ല. അപ്പം ഞാൻ കമ്പനി എടുത്താണ് ഒരു കാരണവശാലും മുസ്ലിം തീവ്രവാദികൾ എനിക്ക് ഓർഡർ വരില്ല. കാരണം എൻ്റെ സ്വഭാവം അവർക്കത് മനസ്സിലായോ? അപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികളൊരു സ്വഭാവം ആൻറ്റി മുസ്ലിമാണ്. ആൻറ്റി മുസ്ലിം ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ ജോൺ ആൻറ്റി മുസ്ലിമാണ്, അല്ലെങ്കിൽ ഫക്കുദ്ദീൻ ആൻറ്റി ക്രിസ്ത്യാനാണ്, അതല്ല ഉദ്ദേശിച്ചത്. പൊതുവേ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു മുസ്ലിം വിരുദ്ധതയുണ്ട്. അത് ഹിന്ദുക്കളുടെ താരതമ്യം കുറവാണ്. ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഇവിടെ അതിശക്തമായ വിരുദ്ധതയുണ്ട്. UDF ഇപ്പം കഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. അത് നമ്മളെ പോലെയുള്ള പേഴ്സണൽ ബന്ധങ്ങൾ അത് എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ ഈ പൊളിറ്റിക്സ് കളിക്കുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള തലത്തിൽ നോക്കുമ്പോൾ ശക്തമായ വൈരമുണ്ട്. അത് ഏറ്റവും ഓപ്പണായി നമ്മൾ കാണുന്നത് സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ ഇടയിലും ഈ STPIക്കാരുടെ ഇടയിലുമാണ്. മുസ്ലിം ലീഗുമായിട്ട് വലിയ പ്രശ്നമില്ല. ഈ രണ്ട് വിഭാഗത്തിൻ്റെ ഈരാറ്റുപേട്ടയാണ് ഇപ്പോൾ ഈ സംഘടനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നത്. കാരണം ഒരു സ്ഥലത്ത് ക്രിസ്ത്യനും ഒരു സ്ഥലത്ത് മുസ്ലിമാണ്. അത് ക്രിസ്ത്യൻ സമുദായത്തെ പെൺകുട്ടി ഔട്ടായി കഴിഞ്ഞാൽ, മിസ്സായി കഴിഞ്ഞാൽ നേരെ മുസ്ലിംസിന് പറയുള്ളൂ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മുസ്ലിം ചെറുക്കൻ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നേരെ ക്രിസ്ത്യാനിയുടെ തലയുള്ളൂ. ഈ രീതിയിലാണ് അടുത്ത പോക്ക്. അപ്പോൾ അപകടപരമായ സ്ഥിതിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യമുള്ള സമയത്ത് ഇവർക്ക് ഈ പേരുള്ള കക്ഷിക്ക് ഇവർ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ റിൻസൺ ഡബിൾ ഏജന്റ് ആയാൽ മതി. കാരണം ഇവരുടെ ഒരു ഹാൻഡിലർ ആയിരിക്കാം, അവരുടെ ഹിസ്ബുള്ളയുടെ തീവ്രവാദ സംഘടനകളുടെ.
ഇങ്ങനെയുള്ള ആളുകളെ കളി അവിടെ മാത്രം നിൽക്കുന്നില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒരു തീവ്രവാദ സംഘടനയിൽ ബന്ധപ്പെട്ടാൽ പിന്നെ അവർ പറയുന്നതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. ഇപ്പം ദാവൂദ് ഇബ്രാഹിമിന് പാകിസ്ഥാൻ ഏജന്റ് ആവണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അയാളെ ശരിക്കും ശിവസേന എല്ലാം കൂടി വളർത്തിക്കൊണ്ടുവന്ന കക്ഷിയാണ് ദാവൂദ് ഇബ്രാഹിം, ഈ പത്താൻ ഗ്യാങ്ങിനെ അടിച്ചോൽപ്പിക്കാൻ വേണ്ടി. ഇയാളെ കള്ളക്കടത്തെ നടത്തി അത്യാവശ്യം പച്ച പിടിച്ച് വന്നപ്പോൾ എന്ത്, ഇയാളെ സ്വർണ്ണം 2 തവണ ISI പൊക്കിക്കൊണ്ടുപോയി പാകിസ്ഥാൻ. അപ്പോൾ ഇയാളെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ISIന്റെ കോള്, ഞങ്ങൾക്ക് ചില ആവശ്യങ്ങളുണ്ട്, അത് നിറവേറ്റി തന്നാൽ സ്വർണം തരാം. സ്വർണം കൊടുത്തു. അങ്ങനെ ആദ്യം ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നിറവേറ്റി കൊടുത്തു. പിന്നെ അത് ഇന്ത്യ വിരുദ്ധമായതുകൊണ്ട് പോലീസ് പിന്നെ ഇയാൾക്കെതിരായി. ഇയാളെ വാപ്പ പോലീസ് തന്നെ ആയിരുന്നല്ലോ, പോലീസ് ഇയാൾക്ക് അനുകൂലമായിരുന്നു. അതോടുകൂടി പിന്നെ ഓട്ടം തുടങ്ങി. അങ്ങനെ ദുബായിൽ പിന്നെ പാകിസ്ഥാനിലും പോയത്. പിന്നെ ഇയാൾ ISIന്റെ ഏജന്റായി. അപ്പൊ ഇയാൾ ISIന്റെ ഏജന്റാണ്. അപ്പൊ ദാവൂദ് ഗ്യാങ്ങുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ചുറ്റുമൊക്കെ നടക്കുന്ന പല ആളുകളും ദാവൂദ് ഗ്യാങ്ങുമായിട്ട് കണക്റ്റഡ് ആണ്. അത് നിങ്ങൾ മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല, ദാവൂദ് ഗ്യാങ്ങുമായിട്ട് കണക്റ്റഡ് പല ആളുകളും ഉണ്ട്. ആളുകളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഈ കണക്റ്റഡ് ആളുകളും അയാളുമായിട്ട് കണക്റ്റഡ്, ഇദ്ദേഹം കണക്റ്റഡ് ISI ഓൾസോ. മനസ്സിലായി? ISI ആയിട്ട് കണക്റ്റഡ് ആണ്, CI ആയിട്ട് കണക്റ്റഡാ. CI ആയിട്ട് നേരിട്ട് കണക്റ്റഡ് ആയ ഒരുപാട് ആളുകൾ, എഴുത്തുകാരുണ്ട്, ജേർണലിസ്റ്റുകളൊക്കെ നമ്മുടെ ഇടയിലുണ്ടാവും. ഇപ്പം ചില ആളുകളുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രസ്ഥാനങ്ങളുടെ പോക്കൊക്കെ കാണുമ്പോൾ നിങ്ങൾ തോന്നും, നിങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാവും ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ ബുദ്ധി എടുക്കുന്ന വേറെ എവിടെയാണ്. ഞാൻ കൂടുതലൊന്നും വ്യക്തമാക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ്. അപ്പോൾ അതിന് ഹാൻഡിലേഴ്സ് ഉണ്ട്. പകരമായിട്ട് അവർക്ക് പ്ലം പോസ്റ്റുകൾ കിട്ടും. കാരണം ഇവിടെ തന്നെ പല കാര്യങ്ങളും തീരുമാനിക്കുക CI ഒക്കെയാണ്. പ്ലം പോസ്റ്റുകൾ കിട്ടും. അവിടെ മക്കൾക്ക് വിദേശത്ത് അഡ്മിഷൻ, ഭാര്യയ്ക്ക് വിദേശത്ത് ജോലി, പോരെ, ഹാപ്പി ആയില്ലേ? നമ്മളെ കണ്ട് വലിയ ദേശസ്നേഹം പ്രസംഗിക്കുകയും ചെയ്യും. അപ്പം ഇയാളെ ഹിസ്ബുള്ള അതിനുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മസ്ലിം മുസ്ലിം തീവ്രവാദി ഇയാൾ ഇന്ത്യയിലും കേരളത്തിലും ഉപയോഗിക്കും. നമ്മളറിയില്ല. നിങ്ങൾ നമ്മളെ ചുറ്റുള്ള പെട്ടെന്ന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് പൈസക്കാരാകാൻ വേണ്ടി ലിസ്റ്റ് നിർത്തുകയാണ്. ഇവർക്ക് എവിടെ നിന്ന് ഈ പൈസ വന്നു? ഇവരെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സംഭാവന കൊടുക്കും, എല്ലാ മതസ്ഥാപനങ്ങൾക്കും സംഭാവന കൊടുക്കും. അതുകൊണ്ട് ആരും അന്വേഷിക്കില്ല ഇവർക്ക് കിടന്ന പൈസ. നമ്മളൊക്കെ കിടന്ന് കഷ്ടപ്പെടുകയാണല്ലോ, രണ്ടാട്ടം കൂട്ടിമുട്ടിക്ക്. ഇവർക്ക് നമ്മളൊന്ന് ഒന്ന് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാവില്ല, ഭാഗ്യാന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ ഭാഗ്യം എല്ലാവരും കിട്ടുന്നില്ലല്ലോ. ഇത് എവിടുന്ന് വരും? അപ്പൊ ഇങ്ങനെ ഇതൊക്കെ കണക്റ്റഡ്. അവർ ആദ്യം ഉണ്ടാകുന്ന രാഷ്ട്രീയ പാർട്ടികളിലെ അങ്ങ് സ്പോൺസർ ചെയ്യും. പിന്നെ മതസ്ഥാപനങ്ങൾ, ഉത്സവങ്ങളെ, പള്ളിപ്പെരുന്നാൾ, ഇതിനൊക്കെ അവരങ്ങ് സ്പോൺസർ ചെയ്യും. പിന്നെ ആരും ഇവർക്കെതിരെ സംസാരിക്കുന്ന ഏതെങ്കിലും ഈ ബുദ്ധിജീവി വേഷം കിട്ടിയ ആളുകളായിരിക്കും. അതിനടുത്ത ദിവസം എവിടെയെങ്കിലും മരിച്ചെടുക്കുന്നതാണ്, വിഷം കഴിച്ചോ മരിച്ചെടുക്കുന്നതാണ്. അപ്പം റിൻസൺ മാത്യു എന്ന് പറഞ്ഞാൽ അയാൾ ഈ ടെറർ ലിങ്കുമായിട്ട് ബന്ധമുണ്ടെന്ന് ഉറപ്പായല്ലോ. അപ്പൊ അയാൾ CI ഇപ്പോഴത്തെ നമ്മൾ നോക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ഇയാൾക്ക് യഥാർത്ഥത്തിൽ ബന്ധം ആരുമായിട്ടാണ്? മൊസാദുമായിട്ടാണ്? രണ്ടും ഉണ്ടാവും. അതുകൊണ്ടാണ് മുങ്ങിയിരിക്കുന്നത്. ഇനി എവിടെയെങ്കിലും ഇയാൾ മുങ്ങിയാലും മറ്റവന്മാർ തട്ടും. കാരണം മറ്റവന്മാർ എൻ്റെ ലീഡർഷിപ്പാണ്. പേജർ വിറ്റു എന്നുള്ളത് കൊണ്ട് ഇയാൾ അല്ല, പ്രധാനപ്പെട്ട സംശയം ഇയാളിലേക്ക് പോകുമല്ലോ. ഈ അസംബ്ലി യൂണിറ്റ് ഇപ്പൊ ആ കമ്പനി എന്നാണെങ്കിൽ അസംബിൾ ചെയ്ത സ്ഥലത്തോ ഹാൻഡിൽ ചെയ്ത സ്ഥലത്തോ ആയിരിക്കും പ്രശ്നം ഉണ്ടായിരിക്കും. ഇയാളെ അറിയാതിരിക്കാനുള്ള സാധ്യത കുറവാണ്. ഇയാളറിയാതിരിക്കാനുള്ള സാധ്യത കുറവാണ്. അതറിയും. പക്ഷെ ഇയാള് മുങ്ങിയതോ അല്ലെങ്കിൽ ഇയാളെ അന്നത്തെ ഇയാൾ മുങ്ങിയിട്ടുണ്ടോ? അന്നേ ഇടന്നെ മുങ്ങി. ഇയാൾ മൊസാദ് ആയിട്ട് ലിങ്ക് ഉണ്ടാവും, മാറ്റിയിട്ടുണ്ടാവും. മൊസാദ് പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ ഇനി ഇയാളെ ശരിയായ പേരൊക്കെ പറഞ്ഞിട്ട് എത്ര കാലം പുറത്തു വരാൻ പറ്റും എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ കേരളത്തിൽ തന്നെ ഹിസ്ബുള്ളക്കൊക്കെ ഹാർഡ് കോർ ഫാൻസ് ഉള്ള സ്ഥലമാണ്. ഇതിപ്പോ ഈ വാർത്ത പുറത്തുനിന്ന് അയാളുടെ കുടുംബക്കാരെ കാര്യം ഞാൻ ആലോചിക്കുന്നത്. അവരൊന്നല്ല, അവരെ ഒറ്റപ്പെടുത്തി കളയും. ഞാനോ ശക്തമായ മുസ്ലിം പോപ്പുലേഷൻ ഉള്ള സ്ഥലമല്ലേ, ഒരു അവേർഷൻ അതൊക്കെ വരും അവിടെ. നിങ്ങൾ നോക്കി, നിങ്ങൾ ഈ പറഞ്ഞ ന്യൂസ് ഇപ്പം നിങ്ങളുടെ സ്വന്തം സംഭാവന ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് ശരിയായി വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ അത് വേറെ പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങൾ വിചാരിക്കാതെ അപ്പോൾ അവിടുത്തെ ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ ഹമാസിന്റെ ഒക്കെ ഫാൻസ്, അവരെ സംബന്ധിച്ച് ഹിസ്ബുള്ള ഹമാസ് എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ വഴിതെറ്റിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ? അല്ല, അതാ പറഞ്ഞത്. അതാണ് നമ്മളീ പറയുന്ന കാര്യം, വസ്തുതാപരമായ കാര്യങ്ങൾ വിശ്വസിച്ച ആളുകൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ആളുകൾക്ക് ഇതാണ് ഇഷ്ടം. അവർ കേട്ട് ശീലിച്ച കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. പുതിയത് കാര്യം കേൾക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണോ നിങ്ങൾ കേട്ട് ശീലിച്ചത് അത് ഞാൻ കേട്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അതാണ് നാട്ടുകാരുടെ ശീലം. എന്തായാലും നമുക്ക് റിൻസൺ ജോസിനെ കുറിച്ചുള്ള പുതിയ വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കാം.